ഹലോ, അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ മക്കളെ ഒരു തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെക്കട്ടെ വെച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ ചോറ്റക്കുള്ള തേങ്ങ ഉണ്ട്, ചീരുള്ളി ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അരിക്ക് പെരിഞ്ചീരും ഉലുവി ഇട്ടുകാണ്ട് കഴുകട്ടെ. അപ്പോൾ കഴുകാണ്ട് നമ്മൾ കുടുക്കിയേക്ക് ഇടുകയാണ് കേട്ടോ. അത് വെള്ളിയാഴ്ച ആയിട്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെക്കട്ടെ വിചാരിച്ചുട്ടാ. ഈ തേങ്ങാച്ചോറ് എന്ന് പറയുന്നത് എന്താ പറയുക, ബിരിയാണിയും നെയ്ച്ചോറൊക്കെ നമ്മൾ എടുത്ത് വെക്കും. തേങ്ങാച്ചോറ് കണ്ടാൽ അത്ര നല്ല രസമാണ് തേങ്ങാച്ചോറ്. എനിക്ക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം കുഴക്കട്ടെ. കുഴച്ചിട്ടാണ് തീം വെക്കുക, എല്ലാം കൂടിയാണ്ട് കൂട്ടി. അപ്പോൾ മക്കളെ ഇത് നല്ല രസമാണ് കേട്ടോ തിന്നാൻ. നമ്മളെ പെരയിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കി ആക്കിയാൽ മതി. വേറെ കുറേ കായ് കൊടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ചീരുള്ളിയും തേങ്ങയും എല്ലാം മുരുവിയും ഒക്കെ ഉണ്ടായാലേ നമുക്ക് നല്ലോണം ഒന്നാണ്ട് ഇതാക്കി വെച്ചാൽ തീം വെച്ചാൽ എൻ്റെ രസം. തളിച്ച് വരുമ്പോൾ നല്ല ചാതാണ്. അതിൻ്റെ ചൂര് കേട്ടാൽ തന്നെ നമുക്ക് അപ്പം തന്നെ തിന്നാൻ തോന്നും. അപ്പം മക്കളെ നമ്മൾ കജ്ജ് വെച്ച് കാണ്ട് അളന്ന് നോക്കുകയാണ് കേട്ടോ, കജ്ജിൻ്റെ ഒട്ടുകാരുണ്ടോ എന്ന്. ഇത് വെള്ളം പാകാക്കാൻ ഞാൻ വേറും വിചാരിച്ച്. അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാ ഇനി നല്ലോണം കത്തിച്ച് കൊടുക്കട്ടെ. രസം വീടിയിൽ അരി കൊണ്ടാണ് കേട്ടോ വെക്കണത്. കുറുവയൊന്നും മക്കൾക്ക് പറ്റൂല. കുറുവ കരിങ്കല്ലിൻ്റെ അരി കെടുക്കുകയാണ് അറിയും. പിന്നെ അരിക്ക് ആ ചോറ്റോലി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടി പിടിച്ചേക്കണം നോക്കട്ടെ, തളിച്ചേക്കണം ചോറ്. തളിച്ചാൽ പിന്നെ അതിനകത്രം വല്ലാതെ കത്തൊന്നും വേണ്ട, പിന്നെ അടി പിടിച്ചു. ചോറ് വന്നിട്ട് പിന്നെ ഇറച്ചിക്ക് വറുത്തരക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടോ. മഞ്ഞപ്പൊടിയും തേങ്ങയും പെരിഞ്ചീരും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ മക്കളെ ചോറൊക്കെ ആയിട്ടാ. ഇനി ആ അടുപ്പത്ത് പിന്നെ തേങ്ങ വറുക്കട്ടെ. തേങ്ങ വറുത്തിട്ടാണ് ചിക്കൻ തീ വെക്കാൻ. ഇനി ഒന്ന് വറുത്ത് കൊടുക്കട്ടെ. കുറച്ചൊന്ന് നെരിയണം. ചിക്കനൊക്കെ ഇവിടെ കെഗ്ഗി റെഡിയാക്കി വെച്ചേക്കണം. ഉള്ളിയും തക്കാളിയും ഉരുളൻകിഴങ്ങും ഇഞ്ചി പച്ചമുളക് അതെല്ലാം വെട്ടി വെച്ചേക്കണം കേട്ടോ. മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പാടെ ഇത് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുവോളം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഒന്നും ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ. ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ തന്നെയാണ് കാട്ടൽ, ഇങ്ങനെ ചൂടാക്കി എടുക്കും. ഇനി നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തുട്ടാ. ഇനി വാടിയിട്ട് തക്കാളിയും ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഇടാം. ഉപ്പിട്ട് കാണ്ടൊന്ന് വാടി വരട്ടെ. നിങ്ങൾ വിചാരിച്ച് എന്തിനപ്പോൾ കോഴി കുക്കറിൽ തീ വെക്കണു, രണ്ട് തളിച്ചാൽ പോകൂലെന്ന്. കുക്കർ തീ വെക്കേണ്ട ഒത്തല്ല കേട്ടോ മക്കളെ. വലിയ ഈ തുണ്ടനിറച്ചിയല്ല കൊടുന്നേക്കണ്ട്, എല്ലുമ്മ കൂടി ഉള്ള ഇറച്ചിയാട്ടോ. കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ചതപ്പാത ഇറച്ചി പറ്റൂല, ചമച്ച് കെതി ഇടുകയാണ് അറിയും. അപ്പോൾ ഇന്ന് അങ്ങനെ വെട്ടി കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം കുക്കറിലിട്ട് കാണ്ട് കുറച്ച് നല്ലോണം വിശലടിച്ചുമ്പോൾ നല്ലോന്നാണ് കുറുന്നനായിക്കോളും എന്ന്. അതാണ് ഞാൻ അതിൽ കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ വാടി ഇതായിട്ട് ഇനി ആ മസാല ഇടട്ടെ. മസാല ഇട്ടൊന്നാണ്ട് ഇളക്കി കൊടുക്കട്ടെ. കയ്യിലുണ്ട് നിങ്ങൾ പേടിച്ചണ്ട കേട്ടോ മക്കളെ. വലിയ കള്ളക്കയ്യിലാണ് നിങ്ങൾ വിചാരിച്ചുണ്ടാവും. ഞാൻ അത് കജ്ജുമ്മക്ക് ആവി വന്നപ്പോൾ വലിയൊരു കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ച എന്തെങ്കിലും ആവും സ്പെഷ്യലില്ലേ, കമൻറ്റിലൊന്ന് പറയുകൊണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ലോന്നാണ്ട് ഇളക്കിക്കാണ്ട് ഒന്ന് ശരിയാക്കട്ടെ. മസാലയൊക്കെ നല്ലോണം പിടിച്ചുകൊണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് കാശ്മീരി മോളില്ലെങ്കിലും നിറമൊക്കെ ഉണ്ട്. അത് നമ്മളങ്ങനെ വറുക്കുമ്പോൾ നിറമുണ്ടാവും. വലിയ വെള്ളമൊന്നും ഞാൻ പാടുന്നില്ല, കുറച്ച് വെള്ളത്തിൽ. ആ കുക്കറിലാവുമ്പോൾ പിന്നെ കുറച്ച് വെള്ളം ആവുമല്ലോ. അപ്പോൾ അത് അടിച്ചു വിട്ടാ. ഇനി നമ്മൾ 2-3 വിസിലടിച്ച് കാണ്ട് നമ്മളെ മാങ്ങിയൊക്കെ ഇട്ടട്ടാ. അതൊക്കെ വെന്തുക്കണം നല്ലോണം. തുറന്ന് നോക്കി വരട്ട്. അപ്പോൾ തേങ്ങ അരച്ചതൊക്കെ പാർന്നു. ഇനി നല്ലോന്നാണ്ട് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ കറിയൊക്കെ റെഡി ആയിട്ടാ. നല്ല രസമുള്ള കറികാരം ഇത്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് ഇങ്ങനത്തെ കറി. എപ്പോഴും ഞാൻ വറുത്തരക്കണമെന്ന് വിചാരിച്ചാലേ ഉള്ളൂ. ഒന്ന് ഏതെങ്കിലും വറുത്തരച്ചു. അപ്പോൾ കറിയൊക്കെ തളിച്ചു റെഡി ആയിട്ടാ. ഇനി 2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ തണ്ടോടക്കൻ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കണ്ടിട്ടാ. നല്ലൊരു ചൂരും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ കറിയൊക്കെ അവിടെ റെഡി ആയിട്ട് ഇനി നമ്മൾ പപ്പടം വെച്ചെടുക്കട്ടെ കേട്ടോ. പപ്പടം ഒന്ന് അയിക്കൊന്ന് പൊട്ടിച്ചാഞ്ഞാൽ അച്ചാർ ഇനി മക്കളോട് കൊണ്ടുവരാൻ പറഞ്ഞേക്കണം. ഉള്ളി കൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിന്ന്, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പപ്പടം കാച്ചിയപ്പോൾ കുട്ടീനെ പറ്റിച്ചേക്കണ് പീടിയെന്ന്. പഴയ പപ്പടം കൊടുത്ത കണ്ട് പൊള്ളക്കണമില്ല, ചോക്കുകയാണ്. മറ്റേ നല്ല പപ്പടം വികാരം വെളുത്തും കൊണ്ട്. അപ്പോൾ ഞാൻ ഓനോട് പറയാം എന്നെ പറ്റിച്ചേക്കണം, എനിക്ക് നോക്കി എടുത്തുകൂടേനൊക്കെ പറയണം. ഇപ്പോൾ ഞാൻ പേക്കിലാക്കി വെച്ചാൽ പപ്പടം ഒന്നും വാങ്ങാൻ പാടില്ല, എന്നത്തെ ഇക്കാരം നമ്മൾ ലൂസ് വാങ്ങണം. അപ്പോൾ പപ്പടം കാച്ചലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അപ്പോഴത്തേന് മക്കളോരോരുത്തരൊക്കെ പള്ളിയിൽ നിന്ന് ഇരിഞ്ഞ് വന്നിക്കണു.
ഓൽക്കൊക്കെ ചോറ് കൊടുക്കട്ടെ. അപ്പോൾ മക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറൊക്കെ തരിട്ടോ. ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.